ഉപേക്ഷിച്ച പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വീണ്ടും പ്രണയിക്കുമ്പോൾ ഒരു ഭാര്യയുള്ള ഒരു പുരുഷനെ നിങ്ങൾ ഒരിക്കലും പ്രണയിക്കരുത്. കാരണം ഇവന്മാർ കുറച്ചു നാൾ കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകും. എത്ര തന്നെ ആയാലും കാര്യത്തോടെടുക്കുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളും തന്നെയായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അവിടെ വരുമ്പോൾ ഇവർ ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടേ ഇരിക്കും, ഒരു ചിരി പോലും തന്നിരിക്കത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രണയിക്കണ്ട എന്നല്ല, പ്രണയം ആർക്കും ആരോടും തോന്നാം. പക്ഷെ പ്രണയിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക, അവരെ കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കുക, അവർ പറയുന്ന കള്ളങ്ങൾ ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കുക. ഭാര്യയ്ക്ക് അതുണ്ട്, ഭാര്യയ്ക്ക് ഇതുണ്ട്, ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്റെ ജീവിതം കോഞ്ഞാട്ടിയാണ്, സന്തോഷമില്ല, ഹാപ്പിനെസ് ഇല്ല, അങ്ങനെ ഒരുപാട് ചക്കര വാക്കുകൾ പറഞ്ഞ് ഇവന്മാർ നിങ്ങളുടെ പുറകെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം തൊട്ടാ പൊട്ടുന്ന ആ ഒരു ടെൻഷനിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാൾ കടന്നു വന്ന് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ വീണു പോകുന്നതാണ്. പെണ്ണുങ്ങളുടെ മനസ്സിലോലമാണ്, എനിക്കത് മനസ്സിലാകും, ഞാനും ഒരു പെണ്ണല്ലേ, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ വീണു പോകുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി അവരെ പ്രണയിക്കും, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കും, നിങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം വാങ്ങിയെടുത്ത് അവസാനം നിങ്ങളെ സീറോ ബാലൻസിലാക്കിയിട്ട് ഇവന്മാർ ഒരു ചിരി പോലും നൽകാതെ ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടേയിരിക്കും. ആ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിലായി നിങ്ങൾ മരണത്തിന് പോകണോ ജീവിക്കണോ എന്നും അറിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകും. അതിൽ നിന്ന് റിക്കവർ ആവാൻ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടും. ഇവന്മാർ ഇതേപോലെ തന്നെ ഒരുപാട് പേര് പ്രണയിച്ചുകൊണ്ടേയിരിക്കും. അവന്മാർക്ക് അതൊരു തൊഴിലാണ്, പക്ഷെ നിങ്ങൾക്കതൊരു തൊഴിലല്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കും, പക്ഷെ ഇവന്മാർ ചതിക്കും. അതുകൊണ്ട് ഒരിക്കലും ഭാര്യമാരുള്ള ചെക്കന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കരുത് നിങ്ങളുടെ കാമുകനായിട്ട്. അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. അത് തെറ്റ് തന്നെയാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ദൈവം ക്ഷമിക്കുമെന്നാണ്, പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും ദൈവം ക്ഷമിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ, അത് ആണിലും പെണ്ണിലും അങ്ങനെ തന്നെയാണ്, തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കും. നിങ്ങളുടെ ജീവിതത്തിനെ കാർന്നു തിന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ ബാങ്ക് ബാലൻസും എല്ലാം തീർത്തിട്ട് സീറോ ബാലൻസ് ആക്കിയിട്ട് അവസാന ഘട്ടത്തിൽ നിങ്ങളെ നന്നായിട്ട് തേച്ചൊട്ടിച്ചിട്ട് വേണമെങ്കിൽ അലക്കി വീണ്ടും ഉടുത്ത് അലക്കി അശയിൽ വിരിച്ചിട്ട് അവരൊരൊറ്റ പോക്ക് പോകും. പിന്നെ ആ ഏരിയയിൽ കാണില്ല, അതുവഴി പോയാൽ കണ്ട പരിചയം പോലും കാണത്തില്ല.